ആ നിങ്ങള് ഈ നാടിന്റെ സൗഹൃദത്തെ തകർക്കാൻ കടന്നു വരുന്നത് മമ്പുറത്ത് സയ്യിദ് അലവിക്കോയ തങ്ങളെ പോലെയുള്ള മഹാനായ മനുഷ്യർ ജീവിച്ചിരുന്ന മണ്ണാണിത്. അദ്ദേഹത്തിന്റെ പള്ളിയുടെ ഉമ്മറത്ത് ഇന്നും നൂറുകണക്കിന് മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസമില്ലാതെ സാന്ത്വനത്തിനായി മമ്പുറത്ത് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ അന്ന് ആ മമ്പുറത്ത് പള്ളിയുടെ അധിപനായിരുന്ന അലവിക്കോയ തങ്ങളുടെ വലതുഭാഗത്ത് എപ്പോഴും കൂടെയുണ്ടായിരുന്ന മനുഷ്യന്റെ പേര് കോന്തു നായർ എന്നതായിരുന്നു. അലവിക്കോയ തങ്ങൾ മരിക്കുമ്പോ അലവിക്കോയ തങ്ങളായിട്ടാണ് മരിച്ചത്. കോന്തു നായർ മരിച്ചപ്പോ കോന്തു നായരായിട്ടാണ് മരിച്ചത്. കോഴിക്കോട് സാമൂതിരി രാജാവിന് ഓർമ്മയുണ്ടാകണം, ലീഗുകാരന് ചരിത്രം പരിശോധിക്കണം. ആ സാമൂതിരി രാജാവിനെ സഹായിച്ച പട്ടാളക്കാരുടെ പേര് കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിലുള്ള ഏറെ നാട്ടിലെ പടയാളികളായിരുന്നു. അങ്ങനെയുള്ള ഈ നാടിനകത്തേക്ക് നിങ്ങള് വർഗീയതയുടെ വിഷവിത്തുകളുമായി കടന്നു വരരുത് എന്നതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. മഹാകവി പൂന്താനം ചൊല്ലിയിട്ടുണ്ട്, കൂടെയെല്ലാം ഞങ്ങൾ പിറക്കുന്ന നേരത്ത്, കൂടെയെല്ലാം ഞങ്ങൾ മരിക്കുന്ന നേരത്ത്, പിന്നെ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനാമൃത. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നത്. നമ്മൾ ഒരുമിച്ചല്ല വന്നത്, ഒരുമിച്ചല്ല പോകുന്നതും. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഈ നാടിന്റെ സൗഹാർദ്ദത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്, മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു വർഷം കൊണ്ട് 27ഓളം വരുന്ന സഖാക്കളെ RSSകാരനും NDFകാരനും കോൺഗ്രസുകാരനും ലീഗുകാരനും ഒക്കെ ഞങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. അങ്ങനെ കൊന്നൊടുക്കുമ്പോ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പേടിപ്പിക്കരുത് ഞങ്ങളെ. കാരണം പിണറായിയിലെ പാറപ്പുറത്ത് 4 ആള് വെച്ചുണ്ടാക്കിയ പ്രസ്ഥാനം ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ കൈകളിൽ ഈ ചെങ്കൊടിയുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കരുത്. RSSകാരന്റെ രാമരാജ്യം നടപ്പിലാക്കണമെങ്കിൽ അവൻ ഇല്ലാതാക്കേണ്ടത് NDFനെയാണ്. NDFന്റെ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തണമെങ്കിൽ അവൻ ഇല്ലാണ്ടാക്കേണ്ടത് RSSനെയാണ്. പക്ഷെ രണ്ടു കൂട്ടരും അരിഞ്ഞു തള്ളുന്നത് കമ്മ്യൂണിസ്റ്റുകാരനെയാകുമ്പോ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരായി പിറന്നതിൽ. കാരണം പേടിയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ, പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങളുടെ രക്തസാക്ഷികളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഏൽപ്പിച്ചു പോയത്. ആ രക്തസാക്ഷികളുടെ രക്തം കൊണ്ടാണ് ഈ ചുവന്ന ചെങ്കൊടി ഇങ്ങനെ ഈ വാനിലേക്ക് പാറി പറക്കുന്നതെങ്കിൽ അതിനെ നോക്കിയിട്ടാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരും